ഹലോ സ്റ്റുഡൻസ്, എജു പ്ലസിൻ്റെ ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് NAOSൻ്റെ 10th ലെവൽ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നാണ്. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇപ്പം 10th ലെവൽ എക്സാമിൽ തന്നെ മലയാളത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് എഴുതേണ്ട അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ, ചിലർക്കെങ്കിലും പേടിയാണ് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റുമോ കാര്യങ്ങളൊക്കെ. പക്ഷേ അത് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ എഴുതിയെടുക്കാൻ പറ്റും. കാരണം നമ്മുടെ കേരള സ്റ്റേറ്റ് എക്സാമിനേഷൻ പാറ്റേണിനെ അപേക്ഷിച്ച് നോക്കുന്നതാണെങ്കിൽ NAOSൻ്റെ 10th ലെവൽ എക്സാം പാറ്റേൺ ആണെങ്കിൽ, ഇനിയിപ്പോൾ +2 ലെവലൊക്കെ ആണെങ്കിലും അതെന്താണ് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു എക്സാമിനേഷൻ പാറ്റേൺ ആണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ബി കോൺഫിഡൻ്റ് ആയിരുന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാം നന്നായിട്ട് പാസ്സാവാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് പാസ് മാർക്കിനേക്കാളും കൂടുതലായിട്ട് വാങ്ങാൻ കഴിയുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രൈ ടു സ്റ്റേ പോസിറ്റീവ്. ഇപ്പോൾ പോസിറ്റീവായിട്ട് നിൽക്കാൻ നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ എന്താണുള്ളത് അതാണ് പ്രവൃത്തിയിൽ വരുന്നത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലോണം മാർക്ക് വാങ്ങാൻ കഴിയുമെന്ന് നിങ്ങൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ദെൻ ഞാൻ പറയാൻ പോകുന്നത്, നമുക്കുണ്ടല്ലോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ സബ്ജക്റ്റിനും 100 മാർക്ക് വീതമാണ് വരുന്നത്. അതിൽ നമ്മൾ എഴുത്ത് പരീക്ഷയിൽ 80 മാർക്ക് ഉണ്ടാവും. പിന്നെ അസൈൻമെൻറ്റ് സെഷനിൽ 20 മാർക്ക്, അങ്ങനെ ടോട്ടൽ 100 മാർക്കാണ് ഒരു സബ്ജക്റ്റിന് വരുന്നത്. ഇതിൽ എത്ര മാർക്ക് എഴുതി വാങ്ങിയാലാണ് പാസ്സാവാൻ കഴിയുന്നതെന്ന് പലർക്കുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ 100%-ൽ നിന്ന് 33% ആണ് നിങ്ങൾ എഴുതി വാങ്ങി പാസ്സാവേണ്ടത്, അല്ലെങ്കിൽ പാസ്സാവാൻ വേണ്ടി വരുന്ന ആ ഒരു മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്നത്? എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾ 80 മാർക്കിൽ 26-27 മാർക്ക് മാത്രം പാസ്സാവാൻ വേണ്ടിയിട്ട് എഴുതിയെടുത്താൽ മതി. പിന്നെ അസൈൻമെൻറ്റിൽ ടോട്ടൽ ഉള്ളത് 20ആണ്. അതിൽ നിന്ന് പാസ്സാവാൻ വേണ്ടിയിട്ട് 7 മാർക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെ ടോട്ടൽ 33. ഇതാണ് പാസിംഗ് ക്രൈറ്റീരിയ വരുന്നത്. അപ്പോൾ ഓർക്കുക, 26-27 മാർക്ക് മാത്രം നിങ്ങൾ എഴുതിയെടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്ന മാർക്കൊക്കെ പിന്നീട് ആ ഒരു സബ്ജക്റ്റിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയായിരിക്കും ഫൈനലൈസ് ചെയ്യുന്നത് ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക്. ദെൻ നമ്മുടെ ഒരു എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാം വരുന്നത് 3 hour എക്സാമാണ്. സെഷൻ എയും സെഷൻ ബിയും ആയിട്ടുണ്ടാകും. അതിൽ സെഷൻ എയിൽ വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 10th ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിരിക്കുന്നത് ഒന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും ആയിരിക്കും കേട്ടോ. അപ്പം ഇംഗ്ലീഷ് നോക്കുന്ന സ്റ്റുഡൻസ് ഇംഗ്ലീഷ് തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കാം. മലയാളമാണ് ചൂസ് ചെയ്യുന്നവർ മലയാളത്തിൽ തന്നെ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സെഷൻ എയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ പറഞ്ഞു. മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ MCQ 4 ഓപ്ഷൻസ് തരും, ശരിയായിട്ടുള്ള ആൻസർ തിരഞ്ഞെടുത്തെഴുതുക. അപ്പം ഈ ഒരു സെഷനിൽ നിങ്ങൾ കൂടുതലും നമുക്ക് അത്ര കടുകട്ടി ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊന്നും വരുമല്ലോ കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, ടെൻഷൻ അടിക്കരുത്. നല്ല രീതിയിൽ നമുക്കത് എഴുതാം. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് 4 ഓപ്ഷനിൽ ശരിയായിട്ടുള്ള ആൻസർ തിരഞ്ഞെടുക്കാം. ഇനി സെഷൻ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ഉണ്ടാവും. ഷോർട്ട് ആൻസർ ടൈപ്പ്, ലോങ് ആൻസർ ടൈപ്പ്. 2 മാർക്ക്, 3 മാർക്ക്, 5 മാർക്ക് ഈ ഒരു തോതിലായിരിക്കും സെക്ഷൻ ബി എന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം ഈ ഒരു സെഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നില്ലല്ലോ. മലയാളത്തിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന തരത്തിലേ ഉള്ളൂ. അപ്പം അത്തരത്തിൽ നോക്കിയിട്ട് നമ്മൾ റിവിഷൻ ക്ലാസ്സും മറ്റും തരുന്നതായിരിക്കും. അപ്പം ആ ഒരു റിവിഷൻ ക്ലാസ്സൊക്കെ ചിട്ടയോടുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ, കറക്റ്റായിട്ട് പഠിച്ച് പോയാൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. തന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് അങ്ങനെ പറയാൻ കാരണം നമുക്കറിയാലോ, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു എഴുത്ത് പരീക്ഷയിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന 80 മാർക്ക് ആവത്തുള്ളൂ അല്ലേ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം, ഒന്നുപോലും വിട്ടുപോകരുത്. മലയാളത്തിൽ തന്നെ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക്
അപ്പം അത് ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അതിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സെക്ഷൻ ബിയിലുള്ള വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അതിൽ 5 ക്വസ്റ്റ്യൻ ആയിരിക്കും ആ ഒരു വെരി ഷോർട്ട് ആൻസർ 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം, ഇതിൽ രണ്ടിന്ന് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതിയെന്ന്, അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ ഉള്ളതിൽ നിന്ന് 4 എണ്ണത്തിന് മാത്രം ആൻസർ ചെയ്താൽ മതിയെന്ന്. അപ്പം അവർ പറഞ്ഞ ഇൻസ്ട്രക്ഷന് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് പോകാം കേട്ടോ. നിർബന്ധമായിട്ടും എല്ലാ ക്വസ്റ്റ്യനും കവറപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മലയാളത്തിൽ ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറക്കരുത്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ആൻസർ എന്ത് വേണമെങ്കിലും എഴുതിയേക്കാം, പക്ഷേ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എഴുതിയത് കൊണ്ട് ഒരു ഫലവും ഇല്ല. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ വിട്ടു പോകരുത്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ ഇടുമ്പം ഓർക്കാം, സെക്ഷൻ എയിലുള്ളത് ഫസ്റ്റ് കവറപ്പ് ചെയ്യാൻ നോക്കാം, അത് കഴിഞ്ഞിട്ട് സെക്ഷൻ ബി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ എയിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്പർ വൈസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പോവുക. ഇനിയിപ്പോൾ നിങ്ങളൊരു 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് പോയി, അത് ഫസ്റ്റ് വരുന്നത് സെഷൻ എ ആയതുകൊണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇനിയിപ്പോൾ 5 എണ്ണം നിങ്ങൾക്ക് നിരയായിട്ട് കിട്ടി, ആൻസർ കിട്ടി, 6-മതും 7-മതും വരുന്നത് കിട്ടിയില്ല വിചാരിക്കുക. അപ്പോൾ അതിനൊരു സ്പേസ് വിടാം, പിന്നീട് നമുക്ക് സമയം കിട്ടുമ്പോൾ അവിടെ അറ്റൻഡ് ചെയ്യാമല്ലോ. പിന്നെ അതൊരു സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ ആ ഒരു ഇത് കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ കാണുന്ന ടീച്ചർക്ക് അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. നല്ല രീതിയിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടല്ലോ. ഇനി വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ആണെങ്കിൽ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ ചെയ്യുമ്പം 23 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ എ സെക്ഷനും ബി സെക്ഷനും ഉണ്ടെങ്കിൽ 23A ഒരു ഭാഗത്തും പിന്നീട് 23B അത് വേറൊരു ക്വസ്റ്റ്യൻ്റെ അണ്ടറിലുമായിട്ട് എഴുതരുത്. 23Aയും Bയും ഒരുമിച്ച് തന്നെ എഴുതാൻ നോക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ തന്നെ നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് എഴുതേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ നെക്സ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കണം ആൻസർ ചെയ്യേണ്ടത്. നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കണം എന്ന് പറയാൻ കാരണം പലർക്കും നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവരും ഉണ്ടാവാം, മോശം ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവരും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ എങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യുന്നു എന്നതിലാണ്. ഇപ്പം മോശം ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവരാണെങ്കിൽ പോലും എന്താണ്, നല്ല കുറച്ച് അകലം പാലിച്ചൊക്കെ എഴുതുമ്പോൾ ആ ഒരു നീറ്റ്നെസ് കാണാം നമുക്ക് ആ ഒരു ആൻസർ പേപ്പറിൽ. അപ്പോൾ അങ്ങനെ നീറ്റായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ നോക്കാം. അതൊരു ഇംപ്രഷനാണ് നമുക്ക് ടീച്ചേഴ്സിന്. പെട്ടെന്ന് അത് കാണുമ്പോഴേ ഒരു ഇൻട്രസ്റ്റഡ് ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ നോക്കാൻ. പിന്നെ മലയാളം ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റിനും എന്താണ്, ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് ആൻസർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. വെറുതെ വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമില്ല. കാരണം പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് വലിച്ചു വാരി എഴുതി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് എന്തെങ്കിലും മാർക്ക് ഇട്ട് തരുമെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ അപ് ടു ഡേറ്റ് ആണ്, എല്ലാ കാര്യങ്ങളും മാറിയിരിക്കുകയാണ്. കറക്റ്റായിട്ടുള്ള പോയിൻറ്റ്സിന് മാത്രമേ മാർക്കിങ് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെന്താണ്, പോയിൻറ്റ്സ് മാത്രം എഴുതാം. നമ്മൾ ടൈം കൺസ്യൂം ചെയ്യാം, നമുക്ക് ടൈം ലാഭിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യനിൽ മാത്രം കുറേ അധികം നേരം നിങ്ങൾ സ്റ്റേ ചെയ്യരുത്. ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റിലേക്ക് ജമ്പ് ചെയ്യാം. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് അവസാന ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉള്ളിൽ ബാക്കി ഉണ്ടെങ്കിൽ അപ്പം ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പം ഓർക്കുക 3 hours നമുക്ക് എക്സാമിനേഷൻ ടൈം വരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നോക്കേണ്ടത്. അപ്പം എല്ലാവർക്കും പാരഗ്രാഫ് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം ഒരു പാരഗ്രാഫായിട്ട് തന്നെയാണ് എഴുതാൻ അറിയെങ്കിൽ അതങ്ങനെ എഴുതി വെച്ചാലും മതി. കൂടുതൽ വലിച്ചു വാരി എഴുതണ്ടെന്നേ ഉള്ളൂ. മലയാളത്തിൽ കുറച്ച് ലെങ്തി ആയിട്ട് എഴുതുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കും. പിന്നെ അവസാന ഭാഗത്തേക്കാണ് ഞാൻ കടക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? റിവിഷൻ ക്ലാസ് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം. നമ്മൾ റിവിഷൻ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആ ഒരു റിവിഷൻ ക്ലാസ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യാം. ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനി പഠിക്കാൻ നിൽക്കുകയാണോ എന്നൊന്നല്ല നോക്കേണ്ടത്. ഇനിയുള്ള ടൈം ഞാൻ എൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് മാത്രം സ്പെൻഡ് ചെയ്യും. തീർച്ചയായിട്ടും നമുക്ക് എന്ത് തിരക്കുള്ളതാണെങ്കിലും ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം മാറ്റി വെക്കും. അങ്ങനെ ഒരു ടൈം ടേബിൾ വെച്ചൊക്കെ പഠിക്കാമെന്നുണ്ടെങ്കിൽ തന്നെ എക്സാം നന്നായിട്ട് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും.
പിന്നെ ചില കീവേഡ്സ് കാര്യങ്ങൾ ഓർത്ത് വെക്കാം. അത് നിങ്ങളുടേതായ രീതിയിലേക്ക് നിങ്ങൾ മാറ്റാം. കാരണം നമ്മളൊന്ന് ഇൻസ്ട്രക്ട് ചെയ്ത് പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഓരോ കീവേഡ്സ് കാര്യങ്ങൾ ഓർത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ചില കാര്യങ്ങളല്ലേ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ തന്നെ നിങ്ങൾക്കതിനെ എഴുതാൻ പറ്റുന്നതായിരിക്കും. ഇനി അവസാനം വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിൻ്റെ അർത്ഥവും മനസ്സിലാക്കി പഠിച്ചാൽ എക്സാം എളുപ്പമായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് ഇപ്പം 10th എടുത്തിരിക്കുന്ന എല്ലാവർക്കുള്ളൊരു പേടിയാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മലയാളത്തിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ആ ഒരു റിവിഷൻ ക്ലാസ്സും മറ്റും കണ്ടു കഴിഞ്ഞാൽ എന്താണോ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അത് എഴുതിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും, ഇംഗ്ലീഷിൽ വരുന്ന ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ പറ്റുമെന്നൊക്കെ കുറേ പേർക്കുള്ള ഡൗട്ടാണ്. അപ്പോൾ അത് പറ്റുന്നതായിരിക്കും. നമ്മുടെ പാറ്റേൺ ഇംഗ്ലീഷിൻ്റെത് കുറച്ചും കൂടെ വേരിയേഷൻ ഉണ്ട്. കാരണം അവിടെ തന്നിരിക്കുന്നത് വേറെ ഫോർമാറ്റിലാണ്. അത് നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട്. അപ്പോൾ അതിൽ പറയും, അതിൽ സെഷൻ D വരെയൊക്കെ ഉണ്ട്. അപ്പം പക്ഷെ അത് നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പാറ്റേണാണ്. അപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന തരത്തിലുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം NIOSൻ്റെ എക്സാം വരാൻ പോവുകയാണ്. അപ്പം നന്നായിട്ട് എല്ലാവരും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. നമ്മളെന്തെങ്കിലും വർക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 2 months അതിൻ്റെ ആ ഒരു ഇതിൽ തന്നെ ബലത്തോടു കൂടെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എനിവേ ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എനിവേ ഞാൻ എൻ്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. താങ്ക് യു.